ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കോളേജ് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഫൺ Q&A വീഡിയോയാണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് Q&A വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാട്ടെ. ഞാൻ നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കോളേജിൽ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ കോളേജ് ഡേ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതലായിട്ടും പറയാനൊന്നുമില്ല. കാരണം ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ്, ഫസ്റ്റ് ആയിട്ടാണല്ലോ നമ്മൾ കോളേജിൽ പോകുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും നമുക്ക് കാണാം. എന്ന് പറയുന്നത് കോളേജ് ലൈഫ് എക്സ്പെക്ടേഷൻ വീസ് റിയാലിറ്റി. സോ ഞാനും ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന, എല്ലാവരും പറയുന്നത് സിനിമയിൽ കാണുന്ന പോലെ കോളേജിലൊന്നുമില്ല എന്ന് പറയുന്നത് വളരെയധികം സത്യമാണ് ഗൈസ്. കാരണം എന്റെ റിയാലിറ്റിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, കോളേജിൽ നമുക്ക് ഫസ്റ്റ് ഇയർ ചിലപ്പം അങ്ങനെയൊന്നും കൊള്ളത്തില്ലാന്ന് തോന്നും. പക്ഷേ ഇല്ല, സത്യമായിട്ടും ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മളുടെ മൂഡ് തന്നെ അങ്ങ് പോകും. കോളേജിൽ പഠിക്കാൻ തന്നെ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു ഇത് നമുക്ക് പോകും. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പം അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഇന്ന് തന്നെ എനിക്ക് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ട് കോളേജിൽ പോകണം എന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഉറക്കം, ഭയങ്കര ക്ഷീണവും വേണം. പോകാൻ എനിക്ക് വയ്യ. പോയിട്ട് വന്നാലും അതിന്റെ അപ്പുറം ക്ഷീണമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പെക്ടേഷൻ ചെയ്തുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കോളേജ് ലൈഫ് അത്ര എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻസ് ഇപ്പം കോളേജിൽ അഡ്മിഷൻ എടുത്ത് കയറിയിട്ടുള്ളൂ. അവർക്ക് ഇനിയും മനസ്സിലാവും കോളേജ് ലൈഫ് എന്താണെന്ന്. അവരിപ്പോ വിചാരിക്കും കോളേജ് നല്ല വൈബാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് നിങ്ങളങ്ങോട്ട് വരും. പക്ഷെ ഒരു വൈബും ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ആണ് വരുന്നത്. നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ എന്റെ ഫൺ Q&Aയിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? എന്റെ സ്കൂൾ ലൈഫ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ കോളേജ് ലൈഫിനെക്കാട്ടി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് എന്ന് പറയുന്നത് സ്കൂൾ ലൈഫായിരുന്നു. സോ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്കും അങ്ങനെയാണോ ഇല്ലെന്ന് നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. സോ നാലാമത്തെ എന്ന് പറയുന്നത്, കോളേജ് ജോയിൻ ചെയ്തപ്പോൾ ഏറ്റവും പേടിച്ചത് എന്താണ്? ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടുമോ എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ചളി രൂപവും കാര്യങ്ങളുമാണ് ഞാൻ എവിടെ പോയാലും അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും ഇനി നല്ല ഫ്രണ്ട്സിനെ കിട്ടുമോ എന്തോ എന്നൊരു മൈൻഡിലാണ് ഞാൻ ഓൾറെഡി പോകുന്നത്. അതേപോലെ എനിക്ക് ഫസ്റ്റ് പേടി, നമ്മൾ ആദ്യം ഏതൊരു സ്കൂളിൽ ജോയിൻ ചെയ്താലും കോളേജ് ജോയിൻ ചെയ്താലും എവിടെ നമ്മൾ എന്തൊരു കോഴ്സിന് ജോയിൻ ചെയ്താലും നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഇതെങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചത്, നമുക്ക് മനസ്സിലാവും. എല്ലാവരുടെയും ഒപ്പീനിയൻസ് നമ്മൾ അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കോളേജിൽ പോകുന്നത്. ചിലര് നമുക്ക് ജസ്റ്റ് പോയി എൻജോയ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ടെൻഷനും എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്റർവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ട് കോളേജിൽ ചെല്ലുമ്പോൾ ആകും. ഉറപ്പായിട്ടും നിങ്ങളാകും ഗൈസ്. കാരണം ഞാനിപ്പോൾ NCC കേഡറ്റ് ആണ്. സോ എനിക്ക് ആ NCC കേഡറ്റ് ആയി പിന്നീടാണ് ഒരു സംസാരിക്കാൻ തന്നെ തോന്നുന്നത്. കാരണം ഞാൻ അത്രയ്ക്കും പുറത്തോട്ട് ഇറങ്ങി ഞാൻ അങ്ങനെ ആരുടെ അത്രയ്ക്കും മിണ്ടാറില്ല. ഇപ്പൊ ഞാൻ ചെറുതായിട്ടെങ്കിലും അത്യാവശ്യം നേരെ ചൊവ്വേ മിണ്ടാറുണ്ട്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരാളോട് സംസാരിക്കണം എന്നൊക്കെ അറിയാം. വീട്ടിൽ നമ്മൾ എന്തായാലും എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഞാൻ എങ്ങനെ തന്നെയാണ്, വീട്ടിൽ നല്ല എക്സ്ട്രോവേർട്ട് ആണ്. സോ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ നല്ലൊരു ഇൻട്രോവേർട്ടും കൂടെയാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടിലോട്ട് കടക്കുന്നുണ്ട് കോളേജിൽ എത്തിയപ്പോഴത്തേക്ക്. ക്ലാസ്സിൽ ഏറ്റവും ഫൺ ആയിട്ടുള്ള ആൾ ആരാണ്? വേറെ ആര്, ഞാനല്ല. പിന്നെ ആരാണ് ഗൈസ് എന്റെ ക്ലാസ്സിൽ ഫണ്ണായിട്ടുള്ളത്? സോ നമ്മൾ അങ്ങനെ ഫണ്ണായിട്ടൊന്നും പറയല്ല. എന്റെ ഗ്രൂപ്പില് ഞാൻ ഫണ്ണി ആയിട്ടുള്ള ഒരു ഗേളായിട്ട് പറയാം. കാരണം ഞാൻ കൂടുതലും ചളിയാണ് പറയാറ്. അത് എല്ലാരും എന്നെ ഊക്കി വിടാറുമുണ്ട്. ഒരു അഴിവ് ചളിയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും. അത് സ്കൂളിലായിരുന്നാലും ശരി, ഇപ്പൊ കോളേജിൽ എത്തിയപ്പോഴും എന്റെ ഫ്രണ്ട്സ് അങ്ങനെ തന്നെയാണ് പറയാറ്. സോ എന്റെ ഗ്രൂപ്പിൽ ഞാൻ ചളി ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരു അവാർഡ് തന്നാലും ഞാൻ അത് സ്വീകരിക്കുന്നത്. അല്ലാതെ കോളേജ് ലൈഫ് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. കാരണം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേ നമുക്ക് മുൻകാലങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലങ്ങളൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ വിട്ടോളൂ. കോളേജിൽ പോകുന്നത് ഫ്രണ്ട്സ് ഉണ്ടായെങ്കിൽ മാത്രമേ പോകാവൂ എന്നൊന്നും ഇല്ല. എന്റെ അനുഭവത്തില് അല്ലെങ്കിൽ എന്റെ കോളേജിൽ തന്നെ എത്രയോ പേര് ഒറ്റയ്ക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സോ അപ്പൊ എനിക്ക് വിഷമം കാണും. കാരണം ഇവരെങ്ങനെ ഫ്രണ്ട്സ് ഇല്ലാതെ എങ്ങനെ ഭയങ്കര ഇതായിട്ട് നടക്കുന്നു എന്നൊക്കെ തോന്നും. സോ അതൊക്കെ അവരുടെ
ഇഷ്ടം അനുസരിച്ചായിരിക്കും അവര് ഫ്രണ്ട്സ് വേണോ വേണ്ടെന്ന് അവരുടെ തീരുമാനമായിരിക്കും. കാരണം മുമ്പൊക്കെ അവർക്ക് ഫ്രണ്ട്സ് അവർ ചതിച്ചിട്ട് പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് ഇനി വേറെ ഫ്രണ്ട്സിനെ വേണ്ടാന്നൊരു കോൺസെപ്റ്റിൽ അവർ നിൽക്കുന്നവരും കാണാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റേണൽ എക്സാം ആണോ സെമസ്റ്റർ എക്സാം ആണോ പാട് അല്ലെങ്കിൽ ടെൻഷൻ ആയിട്ടുള്ള ഒരു എക്സാം ചോദിക്കുന്നുണ്ട്. സോ സത്യം പറഞ്ഞ സെമസ്റ്റർ എക്സാം ആയിരുന്നാലും ഇന്റേണൽ എക്സാം ആയിരുന്നാലും ഭയങ്കര പാടായിട്ട് നമുക്ക് വിചാരിക്കാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ മാത്രമല്ലേ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.